സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പുതുക്കിയ ഉത്തരവിറക്കി മോട്ടോർ വാഹന വകുപ്പ്. പ്രതിദിന ടെസ്റ്റ് 40 ഉയർത്തി. ഇതിൽ 25 പേർ പുതിയ അപേക്ഷകരായിരിക്കും. വിദേശത്ത് മടങ്ങേണ്ടവർക്കായി 5 എണ്ണം മാറ്റിവെക്കണം. 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾക്ക് 6 മാസം കൂടി ഇളവ് നൽകും. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ആർ രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, ഈ പുതുക്കിയ ഉത്തരവിൽ എന്തൊക്കെയാണ് പറയുന്നത്? ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഏതായാലും പുതിയ ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ മോട്ടോർ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധത്തിലായിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാത്രമല്ല, പണിമുടക്കിലേക്ക് പോകുമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് സർക്കാരുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചർച്ച നടത്തിയത്. ഗതാഗത കമ്മീഷനുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഏതായാലും പുതിയ ഒരു ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 40 നിജപ്പെടുത്തിയിരിക്കുന്നു. 40-ൽ തന്നെ 25 എണ്ണം പുതിയ ആളുകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വിദേശത്ത് നിന്ന് എത്തിയവരുണ്ട്, അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പഠിക്കാനും അതുപോലെ തന്നെ ജോലിക്കുമൊക്കെ ആയി പോകുന്നവരുണ്ട്. അവർക്കായി 5 എണ്ണം കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. റീടെസ്റ്റ് നടത്തുന്നവർക്ക് വേണ്ടി 15 ടെസ്റ്റുകളാണ് നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നു. അതായത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾ നമുക്കറിയാം ഇരട്ട ക്ലച്ചും ബ്രേക്കും ഉള്ളതാണ്. അത്തരം വാഹനങ്ങളിൽ ടെസ്റ്റ് അനുവദിക്കില്ല. അതായത് ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ ടെസ്റ്റ് അനുവദിക്കില്ല എന്നാണ് ഗതാഗത വകുപ്പിന്റെ ഈ പുതിയ ഉത്തരവിൽ പറയുന്നത്. മാത്രമല്ല, വാഹനങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ഗതാഗത വകുപ്പ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറകൾ ഡാഷ്ബോർഡിൽ സ്ഥാപിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഗതാഗത വകുപ്പ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നത്. അതിന് 3 മാസം കൂടി ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് പുറത്തിറങ്ങി അതിനുശേഷമുള്ള 3 മാസം കൂടിയാണ് ഇളവ് നൽകിയിരിക്കുന്നത്. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശവും നേരത്തെ ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. അതിലും ഇളവ് നൽകിയിട്ടുണ്ട്. 6 മാസം കൂടിയാണ് ഇളവ് നൽകിയിരിക്കുന്നത്. 6 മാസം കൂടി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിക്കൊണ്ടാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉത്തരവിൽ എടുത്തു പറയുന്നത്, സർക്കാരിന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ ഇനി ഈ വാഹന ടെസ്റ്റിനുള്ള അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം RTOമാർക്ക് നൽകിക്കൊണ്ട് ഈ ഉത്തരവിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സ്ഥലത്തും മറ്റുമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംഘടിപ്പിക്കാറുള്ളത്. അത് വലിയ രീതിയിൽ തിരിച്ചടിയായെന്ന് നേരത്തെ തന്നെ ഗതാഗത വകുപ്പ് കണക്കുകൂട്ടിയിരുന്നു. പ്രത്യേകിച്ചും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ അത്തരം ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള സ്ഥലങ്ങൾ കുറവാണ്. അത് കൂടുതൽ കണ്ടെത്തണമെന്ന നിർദ്ദേശം കൂടി ഈ ഉത്തരവിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സർക്കാരിന് ഇത്തരത്തിലുള്ള പണിമുടക്കോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ കഴിയും എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ഉയർന്നു വന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം കൂടി ഏതായാലും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 40 ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം ഉയർത്തി എന്നതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഉത്തരവിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സ്വീകരിക്കുന്ന നിലപാട് ഏതായാലും നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പാക്കരുത് എന്ന ആവശ്യമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നത്. ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കിയാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇത് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ ഭാഗമായി പുതിയ ഉത്തരവ് ഇന്ന് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. രാജീവ്, ഈ ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള, അതായത് സ്വാഭാവികമായും അത് പരിശീലന വാഹനങ്ങൾ തന്നെയായിരിക്കും. ആ വാഹനങ്ങളാണ് മിക്കവാറും ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇതിനായി ഈ ടെസ്റ്റിനായി എത്തിക്കുന്നതും. ഈ വാഹനങ്ങൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഇപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുന്നൊരു കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതിൽ എതിർപ്പ് ഉയരും. ഇന്നലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അസോസിയേഷനും ഒക്കെ പറഞ്ഞിരുന്നത് ഇന്ന് ഈ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ അവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നതാണ്. ഇതിൽ പലതും അവർക്ക് യോജിക്കാൻ കഴിയുമോ എന്നത് സംശയമായി പ്രതിപക്ഷത്തെ തോന്നുന്നു. പക്ഷേ അത് അവർ തന്നെ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധം നീളാനാണോ സാധ്യത? ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നു മുതൽ തന്നെ, അതായത് ഈ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പൂർണ്ണമായും നിയന്ത്രണം വരികയാണ്. അല്ലെങ്കിൽ അവർ മറ്റു വാഹനങ്ങൾ ഇതിനായി കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് അത് ഇപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വരുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി പ്രതികരിക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ്. അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ പ്രതിഷേധവുമായി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തത വന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരുന്നു. ഈ ഉത്തരവ് പുറത്തിറങ്ങട്ടെ എന്ന് തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഗതാഗത കമ്മീഷനുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും ഇക്കാര്യം അവർ
അറിയിച്ചിരുന്നു. മാത്രമല്ല മറ്റു കാര്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത്. അതായത് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിനായി ഉപയോഗിക്കരുത്, ഇതിനൊപ്പം തന്നെ ഈ ക്യാമറകൾ സ്ഥാപിക്കണം, അടിയന്തരമായി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിലൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത്. ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് 3 മാസത്തെ ഇളവ് നൽകുമ്പോൾ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് 6 മാസമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഇളവ് നൽകിയിരിക്കുന്നത്. മറ്റെല്ലാം അതേപടി തന്നെ തുടരും. 40 ടെസ്റ്റുകളുടെ എണ്ണം നിജപ്പെടുത്തിയെന്നത് മാത്രമാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആവശ്യപ്പെട്ടതിൽ ഗതാഗത വകുപ്പ് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം. പൂർണ്ണമായും മോട്ടോർ വാഹന വകുപ്പ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അനു, ശരി, രാജീവാണ് വിവരങ്ങൾ നൽകിയത്.